എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ, ചില രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ വിഷയത്തിലും ഉറച്ച നിലപാടുകളാണ് പ്രഖ്യാപിക്കുക. പൊടുന്നതിന് അതിനെതിരെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പറയാതിന് ഇരട്ടത്താപ്പ് പ്രസ്താവനകൾ എന്ന് പറയാറുണ്ട്. ചിലർ പറയുക അവർ തന്നെ ഇന്നലെ ഛർദ്ദിച്ചത് ഇന്ന് തിന്നുന്നു എന്ന് പറയും. ഇത് എപ്പോഴും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ, എല്ലാ പ്രസ്ഥാനങ്ങളും ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഏതാണ് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതൊക്കെ കേഡർ സ്വഭാവമുള്ള പാർട്ടികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താ ഈ കേഡർ സ്വഭാവമുള്ള പാർട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്? മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊരു ചമ്മലൊന്നും ഇവർക്കില്ലേ? ഇല്ല എന്നാണ് ഉത്തരം. അവരുടെ പാർട്ടിയും അവരുടെ പാർട്ടിയുടെ അനുഭവികൾ ഒഴിച്ച് ആരും അവർക്ക് പ്രശ്നമല്ല. പാർട്ടിയുടെ കേഡർമാർക്ക് മനസ്സിലാവണം, അതുമാത്രമേ അവർക്കുള്ളൂ. കാരണം അവരുടെ കേഡർമാർ പ്രവർത്തിക്കുന്നത് വ്യക്തമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യം എത്ര അകലത്താണോ അത്രയും കാലമുള്ള അവരുടെ പ്രവർത്തനം തോന്നിയ പോലെ ആയിരിക്കും. ഓരോ കാലത്തും ഓരോന്ന്. അതിലവർക്ക് നാണമില്ല. കാരണം ഞങ്ങൾ ശരിക്കും ഇതല്ല, ഞങ്ങൾ മറ്റൊരു വലിയ കാര്യത്തിന് പോകുന്നവരാണ്. അതാണ് അവരുടെ ഒരു ബോധ്യം. അതുകൊണ്ട് അപ്പം തോന്നുന്ന തന്ത്രങ്ങൾ അപ്പം മെനയുക. ഓരോ ഒക്കേഷനുകളിലേക്കുള്ള തന്ത്രങ്ങളും സൂത്രങ്ങളും അടവുകളും പാർട്ടി തീരുമാനിക്കും. ആ പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ഒരു പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനെ ഒരു കേഡറാക്കി മാറ്റുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ സിമ്പിളായി കണ്ടെത്താൻ കഴിയും. പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല എന്നൊരു പ്രവർത്തകനിൽ ഉറച്ച വിശ്വാസം എപ്പോഴുണ്ടാകുന്നു, അപ്പോൾ അയാൾ ഒരു കേഡറായി മാറും. കേരളത്തിലെ പ്രമുഖ കേഡർ പാർട്ടികൾ എന്ന് പറയുന്നത് CPM, BJP, പിന്നെ SDPI അതുപോലുള്ള പാർട്ടികളാണ്. CPMൻ്റെ പരമമായ ലക്ഷ്യം അവർ മുമ്പേ പ്രഖ്യാപിച്ചുള്ളതാണ്. അധ്വാനിക്കുന്നവരോട് അനുഭാവം കാണിക്കുന്നവരുടെ ശരീരങ്ങൾ ഉപയോഗിച്ച് സർവാധിപത്യ ഭരണകൂടം സ്ഥാപിക്കുക. BJPയുടെ പരമമായ ലക്ഷ്യമെന്നത് പിന്നോക്കക്കാരുടെയും ദളിതരുടെയും ശരീരങ്ങൾ ഉപയോഗപ്പെടുത്തി ഹിന്ദു ബ്രാഹ്മണ രാഷ്ട്രം സ്ഥാപിക്കലാണ്. SDPIയുടെയോ അവരുടെ പരമമായ ലക്ഷ്യം എന്നത് കടുത്ത മുസ്ലിം വിശ്വാസികളുടെ ശരീരങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കണമെന്നാണ്. ഈ പറഞ്ഞ 3 ടീമിനും ശരീരങ്ങൾ മാത്രമേ വേണ്ടൂ, മനുഷ്യർ വേണ്ട. സ്വതന്ത്രവും നിർഭയവുമായി ചിന്തിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ അവരുടെ ഡിക്ഷണറിയിൽ എവിടെ നിങ്ങൾ തപ്പിയാലും കാണില്ല. ഈ 3 കേഡർ പാർട്ടികളിൽ CPMനാണല്ലോ അനുഭാവികൾ കൂടുതൽ. ആ നിലയ്ക്ക് അതൊരു ബഹുജന പാർട്ടിയാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു 5-8 ലക്ഷം കേഡർമാർ ആ പാർട്ടിക്കുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പണി എന്താണ്? പെറ്റ തള്ള പോലും സഹിക്കാത്ത തീരുമാനങ്ങൾ പാർട്ടി എടുക്കുമ്പോൾ അത് പബ്ലിക്കിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് അവരുടെ ജോലി എന്ന് നമുക്ക് ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ കണ്ടാൽ തോന്നിയേക്കാം. പക്ഷേ ഒരിക്കലും അതല്ല, അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ഒരു കേഡർ പാർട്ടിയും പബ്ലിക്കിനെ മൈൻഡ് ചെയ്യുകയില്ല. അവർ മൈൻഡ് ചെയ്യുന്നത് അവരുടെ അനുഭാവികളെയാണ്. ജനം ശ്രദ്ധിക്കുന്ന ഒരു വിഷയത്തിലുള്ള പാർട്ടിയുടെ തീരുമാനം പണ്ടെന്തുകൊണ്ട് ഇങ്ങനെയായി, ഇന്നെന്തുകൊണ്ട് ഇങ്ങനെയായി എന്നവർ അനുഭാവികളെ ബോധ്യപ്പെടുത്തും, പബ്ലിക്കിനെയല്ല. ഏത് വൃത്തികേടിനും അനുകൂലമായി ആ അനുഭാവികളുടെ തലച്ചോറിനെ അവർ മെരുക്കിയെടുക്കും. അതിന് കുറച്ച് സമയം വേണ്ടിവരും. ഇങ്ങനെ നമ്മൾ സിദ്ധാന്തം പറഞ്ഞാൽ അത് ഉടനെ മനസ്സിലാവില്ല. ഞാനൊരു ഉദാഹരണം പറയാം. TP വധം ഉദാഹരണമായി, ചന്ദ്രശേഖരൻ്റെ വധം. ആ വധത്തിന് ശേഷം പാർട്ടിയുടെ അനുഭാവികൾ അനുഭാവികളാണ് കേട്ടോ, രൂക്ഷമായി പാർട്ടിക്കെതിരെ പ്രതികരിക്കുകയുണ്ടായി. പബ്ലിക് അല്ലെങ്കിലും പ്രതികരിക്കും. പാർട്ടി അനുഭാവികൾ രൂക്ഷമായി പാർട്ടിക്കെതിരെ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേറൊരു കാര്യമാണല്ലോ. എന്നാൽ അടുത്ത ഇലക്ഷൻ കാലമായപ്പോഴേക്കും ഇതേ അനുഭാവികൾ ആ കൊല ഒരു ആവശ്യമായിരുന്നു എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? പൊതുജനം കൊല നടന്നപ്പോഴും കൊല കഴിഞ്ഞ് 12 കൊല്ലങ്ങൾക്ക് ശേഷവും TPയുടെ വധത്തെ അപലപിച്ചു. അവർ മാറിയില്ല. എന്നാൽ പാർട്ടി അനുഭാവികൾ മാറി. കൊല ഉണ്ടായ കാലത്തെ അവരുടെ ക്ഷോഭത്തിൽ നിന്നും കൊല അംഗീകരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നു. ഇവിടെ സംഭവിച്ചത് പാർട്ടിയിലെ കേഡർമാർ അനുഭാവികളിൽ വരുത്തിയ മാനസാന്തരമാണ്. നമ്മുടെ പാർട്ടി നശിക്കാൻ പോവുകയാണെന്നും പാർട്ടി നശിച്ചാൽ കേരളം നശിക്കുമെന്നും പാർട്ടിക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ലെന്നും അഥവാ തെറ്റ് പറ്റിയാൽ പാർട്ടി തിരുത്തുമെന്നും അവർ അനുഭാവികളെ ബോധ്യപ്പെടുത്തി. മറ്റൊരു ഉദാഹരിക്കാവുന്ന സംഭവം 1958 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് EMSന് ഗവൺമെൻറ് നടന്ന ഒരു കാലത്തുണ്ടായ ആദ്യത്തെ ചന്ദനത്തോപ്പ് വെടിവെപ്പാണ്. ഇത് സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് K. ദാമോദരൻ
ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. കൊല്ലത്തുള്ള ചന്ദനത്തോപ്പ് എന്ന സ്ഥലത്തെ ഒരു ഫാക്ടറിയിൽ RSP യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ പണിമുടക്കി. ഫാക്ടറി ഉടമകൾക്കെതിരെ ആയിരുന്നു സമരം, സർക്കാരിന് എതിരെ ആയിരുന്നില്ല. ആ സമരത്തിൽ ഇടപെട്ട് പോലീസ് കുറെ തൊഴിലാളികളെ വെടിവെച്ച് കൊന്നു. ഈ സമയം, അതായത് വെടിവെപ്പ് നടക്കുന്ന സമയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് കൗൺസിൽ കൂടുകയായിരുന്നു. ദാമോദരൻ ആ സ്റ്റേറ്റ് കൗൺസിലുള്ള അംഗമായിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ പോലീസ് തൊഴിലാളികളെ വെടിവെച്ചു കൊല്ലുകയോ? വെടിവെപ്പിനെ അപലപിക്കണം, പണിമുടക്കുന്ന തൊഴിലാളികളോട് പരസ്യമായി മാപ്പ് ചോദിക്കണം എന്നൊക്കെയായിരുന്നു സഖാക്കളുടെ ആദ്യ പ്രതികരണം. ദാമോദരനും അങ്ങനെ തന്നെ അഭിപ്രായപ്പെട്ടു. എന്നാൽ പാർട്ടിയുടെ തീരുമാനം വേറൊന്നായിരുന്നു. അതിപ്രകാരം: നാം പോലീസിനെ ആക്രമിച്ചാൽ അവരുടെ വീര്യം കാര്യമായി കുറയും. അവരുടെ വീര്യം കാര്യമായി കുറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിന് ശക്തി കൂടും. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിന് ശക്തി കൂടിയാൽ നമ്മുടെ ഗവൺമെൻറ് മറിഞ്ഞു വീഴും. നമ്മുടെ ഗവൺമെൻറ് മറിഞ്ഞു വീണാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായ വലിയൊരു അടിയായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോലീസിനെ ന്യായീകരിക്കണം. എന്നാൽ സഖാവ് കെ ദാമോദരന് ഈ ന്യായീകരണം ദഹിച്ചില്ല. അപ്പോൾ പാർട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തെ തന്നെ കൊല്ലത്ത് പോയി ഈ സംഭവം നടന്ന സ്ഥലത്ത് ന്യായീകരിക്കാൻ പറഞ്ഞ് ദാമോദരൻ തന്നെ ചുമതലപ്പെടുത്തി. ഇനി അദ്ദേഹത്തിൻ്റെ എക്സാക്റ്റ് വാക്കുകൾ ഞാൻ പറയാം. അദ്ദേഹം പറയുന്നു: ഞാൻ 1.5 മണിക്കൂർ സംസാരിച്ചു. തനിവായാടിത്തം. 3 തൊഴിലാളികൾ മരിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ RSPയുടെ നിരുത്തരവാദിത്തത്തിൽ ആരോപിച്ചു. ഈ തൊഴിലാളികളെ കൊലയ്ക്ക് കൊടുത്തത് എന്തിനാണെന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ ഞാൻ RSPക്കാരോട് ആവശ്യപ്പെട്ടു. പണിമുടക്കിയ നേതാക്കളെ ഞാൻ പരുഷമായി ആക്രമിച്ചു. അന്ന് രാത്രി വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ എനിക്ക് ഉള്ളിൽ ഓക്കാനം വന്നു. എനിക്ക് ഉറങ്ങാനായില്ല. പാർട്ടിയെ ന്യായീകരിക്കുന്ന പണി ഞാൻ നിഷേധിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിപ്പോയി. ഞാൻ ഭാര്യയെ ശകാരിച്ചു. എന്നെ ഇത്തരം അവസ്ഥയിൽ കൊണ്ടെത്തിച്ച പാർട്ടി നേതാക്കളോട് ആക്രോശിക്കുകയും അവരെ ശകാരിക്കുകയും ചെയ്യേണ്ടതിന് പകരം ഞാൻ എൻ്റെ ഭാര്യയോട് വക്കാണം കൂടി. പിറ്റേന്ന് 3 സ്ഥലങ്ങളിൽ അതേ പ്രസംഗം നടത്താൻ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു. ഈ കുറി ഞാൻ കണ്ണടച്ച് നിരസിച്ചു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്കും അയ്യപ്പൻ്റെ നടയിൽ കയറിയ ബിന്ദു അമ്മിണിയിലേക്കും വരാം. അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് ബിന്ദു അമ്മിണി എന്ന അനുഭാവിയെ കൊണ്ടുപോയി ആചാരലംഘനം നടത്തിച്ചത് പാർട്ടിയുടെ കേഡർമാരാണ്. വെറും ഒരു പാർട്ടി അനുഭാവിയായ ബിന്ദുവിനോട് കേരളത്തിലൊരു 2ാം നവോത്ഥാനം സംഭവിക്കുകയാണെന്നും പിണറായി വിജയനാണ് ശ്രീനാരായണ ഗുരുവിന് ശേഷമുള്ള നവോത്ഥാന നായകനെന്നും ഇപ്പോൾ ലംഘിച്ചില്ലെങ്കിൽ ഒരു കാലത്തും സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്നും ഈ കേഡർമാരാണ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ബിന്ദു എന്ന് വിചാരിച്ചു, പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന ധൈര്യത്തിൽ ബിന്ദു അമ്മിണി ആചാരലംഘനം ചെയ്തു. പുരോഗമന കേരളം അതിനെ ഉൾക്കൊണ്ടു, ബിന്ദുവിന് പിന്തുണ കൊടുത്തു. പഴഞ്ചൻ കേരളം ബിന്ദുവിനെതിരെ നിലകൊണ്ടു. അത് സ്വാഭാവികമാണ്. അതേ പാർട്ടി തന്നെ ഇന്ന് അയ്യപ്പ സംഗമം ലോക നിലവാരത്തിൽ സംഘടിപ്പിക്കുകയാണെന്നും ബിന്ദു അമ്മിണി അവിടെ കേറ്റില്ലെന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊരു ഭൂലോക ഇരട്ടത്താപ്പായി പാർട്ടി അനുഭാവികൾക്കും പൊതുജനത്തിനും തോന്നിയിട്ടുണ്ട്. ഇവർക്ക് ഇന്നലെ ചതിച്ചു വെച്ചത് ഇന്ന് പോയി തിന്നലാണോ ശീലം? സത്യത്തിൽ ഇനി എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് പാർട്ടി കേഡർമാർ സജ്ജരാകും. അവർ പാർട്ടി അനുഭാവികളെ പാർട്ടിയോടൊപ്പം നിർത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. പാർട്ടിയുടെ ഭരണത്തിലേക്കുള്ള തിരിച്ചുവരവിന് അയ്യപ്പ സംഗമം അത്യാവശ്യമാണെന്നും ഈ അവസ്ഥയിൽ ഭരണം നഷ്ടപ്പെട്ടാൽ കേരളം നശിക്കുമെന്നും പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ലെന്നും അവർ അനുഭാവികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അപ്പം മുമ്പ് സംഭവിച്ചതുപോലെ തന്നെ അനുഭാവികൾ മെരുങ്ങും. പാർട്ടി അനുഭാവിയായ ബിന്ദു അമ്മിണി തന്നെ അയ്യപ്പ സംഗമത്തിന് ആശംസകൾ അർപ്പിക്കാനും ഇടയുണ്ട്. ഇത് തന്നെയാണ് മാണിയുടെ പാർട്ടിയെ കൂടെ കൂട്ടിയപ്പോഴും സംഭവിച്ചത്. 2015 മാണിയുടെ പേരിൽ നിയമസഭ അടിച്ചു തകർത്തവർ 2021 ആയപ്പോഴേക്കും മാണിയുടെ ശില്പം പണിത് കാക്കകൾക്ക് കൊടുത്തു. BJP എന്ന കേഡർ പാർട്ടിയുടെ കഥയും ഇതൊക്കെ തന്നെ. ചൈന നമ്മുടെ അതിർത്തിയിൽ കടന്നാക്രമണം നടത്തിയ 5 വർഷം മുമ്പുള്ള സമയത്ത് ചൈനയുടെ നൂഡിൽസ് കഴിക്കാത്തവരും ചൈനീസ് സാധനങ്ങൾ കൈകൊണ്ട് തൊടാത്തവരുമായിരുന്നു അവരുടെ അനുഭാവികൾ.
ചൈനയെപ്പറ്റി അനുഭാവപൂർണമായി പരാമർശിക്കുന്നവരെ അവർ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവരുടെ പ്രധാനമന്ത്രി നട്ടെല്ലും വളച്ച് ചൈനയുടെ നേരെ സഹായത്തിനായി കേണതോടെ അവരുടെ കേഡർമാർ അതിനനുസരിച്ച് പ്ലേറ്റ് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇനി അവരുടെ അനുഭാവികൾക്കിടയിൽ അവരുടെ കേഡർമാർ പ്രവർത്തിക്കും. ജിയോ പൊളിറ്റിക്സ് മാറിയിരിക്കുന്നുവെന്നും അങ്ങനെ എന്നും ശത്രുതയിൽ പോയാൽ മതിയോ എന്നും രാജ്യ താല്പര്യത്തിനെതിരെ പ്രധാനമന്ത്രി നിൽക്കുമോ എന്നൊക്കെ ഉള്ള മസ്തിഷ്ക പ്രക്ഷാളനങ്ങൾ ഈ കേഡർമാർ അനുഭാവികളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അവർ അതിൽ വിജയിച്ചു കഴിഞ്ഞു. ഇനി പാകിസ്ഥാന് എന്നാണ് ഇനി പാകിസ്ഥാനിൽ പോയി നമ്മൾ ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നത് എന്ന് മാത്രമേ അറിയാനുള്ളൂ. കാരണം വിശാലഹൃദയനായ ആശാൻ തീർച്ചയായും പാകിസ്ഥാനോടും അടുത്ത് തന്നെ ക്ഷമിക്കും. ഈ SDP കാര്യത്തിലേക്ക് വന്നാൽ കൈവട്ട് എന്ന ഒറ്റ സംഭവത്തോടു കൂടി സമൂഹത്തിൽ നിന്നും സ്വന്തം സമുദായത്തിൽ നിന്നും ഒറ്റപ്പെട്ടവരാണ്, നമുക്കറിയാം. എന്നാൽ അവരുടെ കേഡർമാരെ അതൊന്നും തളർത്തിയില്ല. ജയിലിലേക്ക് പോകുമ്പോൾ വരെ നോബൽ പ്രൈസ് വാങ്ങാൻ പോകുന്ന പോലെയുള്ള ഗമയിലാണ് അവർ പോയത്. അങ്ങനെ പോകാൻ അവർക്ക് സാധിക്കുന്നത് ഒന്നുമല്ല, ഞങ്ങൾക്ക് പരമമായ ലക്ഷ്യമുണ്ട് എന്ന ഉറച്ച ബോധ്യമാണ്. ജനം എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അതിന് തെളിവാണ് പിന്നീട് ഈ കൈവെട്ടിന് ശേഷം അവർ മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന അഭിമന്യുവിനെ കൊല ചെയ്യുന്നതിൽ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഒരു കുട്ടിയെ കൊണ്ട് അരിയും മലരും കുന്തിരിക്കൊക്കെ വാങ്ങി വെച്ചോളാൻ പറഞ്ഞതും നമ്മൾ കേട്ടു. മനുഷ്യർ ഇത്തരം ആദർശങ്ങൾ കൊണ്ടു നടക്കുന്ന പാർട്ടികളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിൽ ഭൂരിപക്ഷവും വിചാരിക്കുന്നത് നമ്മൾ പിന്തുടരുന്ന ആശയത്തിനനുസരിച്ച് മറ്റുള്ളവർ നീങ്ങുമെന്നാണ്. ഏക മനസ്സോടെ ഒരു ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെ സമൂഹം മുന്നോട്ട് നീങ്ങണം എന്ന അധികം ജനങ്ങളുടെയും ആഗ്രഹമാണ് കേഡർ പാർട്ടികളെ വിശ്വസിക്കാനും അവരോട് പിന്തുണ പ്രഖ്യാപിക്കാനും ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ഏക മനസ്സോടെ ഒരു ചരടിൽ കോർത്ത് ഒരിക്കലും ഒരു ജനത ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടില്ല. ആ സത്യത്തെ ഫേസ് ചെയ്യാൻ ആർക്കും ഇഷ്ടവുമല്ല. നിങ്ങൾക്ക് തോന്നിയ അളവിൽ ഒരു കട്ടിൽ ഉണ്ടാക്കുന്നു, ഒരാളെ അതിലേക്ക് പിടിച്ച് കിടത്തുന്നു. ആ കട്ടിലിന് പാകമാകാതെ പുറത്തോട്ട് അയാളുടെ ഒരുപാട് ശരീരഭാഗങ്ങൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ വെട്ടിക്കളഞ്ഞ് ആ കട്ടിലിന് അയാളെ പാകമാക്കുന്നു. ഈ പണിയാണ് എല്ലായിടത്തും ഈ കേഡർ പാർട്ടികൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പാർട്ടികൾ ഭരിച്ച ഇടങ്ങളിൽ ലോഡ് കണക്കിന് ശവം വീണത്. കമ്മ്യൂണിസവും നാസിസവും ഫാസിസവും ഹിന്ദുത്വയും പൊളിറ്റിക്കൽ ഇസ്ലാമും എല്ലാം മനുഷ്യൻ്റെ ഇതുപോലുള്ള ചോര കുറേ വീഴ്ത്തിയാണ് കുപ്രസിദ്ധരായി മാറിയത്. മനുഷ്യർ ഒരു മാലയിലെ മുത്തുകൾ പോലെ അല്ലെങ്കിൽ ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെയല്ല ആകേണ്ടത്. മൈത്രേയനൊക്കെ പറയുന്നത് പോലെ കൈകോർത്ത് പിടിച്ച ഒരു സെറ്റപ്പാണ് മനുഷ്യർ തമ്മിലുണ്ടാവേണ്ടത്. എപ്പോൾ വേണമെങ്കിലും വിടിവെക്കാൻ കഴിയുന്ന, എന്നാൽ ഒന്നാണെന്ന് തോന്നുന്ന വിധം വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുള്ള സെറ്റപ്പ് ഇത് തരാൻ ലിബറൽ ഡെമോക്രസിക്ക് മാത്രമേ കഴിയൂ. ആളുകളെ ജനാധിപത്യ ക്രമത്തിൽ നിന്നും അകറ്റുന്നത് ജനാധിപത്യ പാർട്ടികളുടെ അഴിമതിയോ സ്വജനപക്ഷപാതമോ ന്യൂനപക്ഷ പ്രീണനമോ അല്ല. അത് ആണ്, പക്ഷെ അത് വെറും ട്രിഗർ മാത്രമാണ്. അതല്ല ബേസിക് ഇഷ്യൂ. ഓരോ മനുഷ്യൻ്റെയും ഇൻബിൽറ്റ് മെക്കാനിസം ഏകാധിപത്യത്തെയാണ് പിന്തുണയ്ക്കുന്നത്. കരുത്തുറ്റ ഒരു നേതാവിനെ പിന്തുടരാനുള്ള ഒരു മെക്കാനിസം മനുഷ്യരുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നു എന്നല്ല പറയേണ്ടത്. മറ്റു ഓപ്ഷനുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഏകാധിപത്യത്തിൻ്റെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായി സെലക്ട് ചെയ്യപ്പെടുന്നു. മനുഷ്യക്കുലത്തിൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് ആണോ ഈ ജനാധിപത്യ വിരുദ്ധത എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് കാരണം മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്നതാണ്. ഒറ്റയ്ക്ക് അവനെ കൊണ്ട് ഒന്നും കൂടില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഒരു പക്ഷേ ഒരു നായക്കുട്ടി പോലും അവനെ കടിച്ചു കീറിയേക്കാം. അവൻ്റെ ശൈശവകാലം നോക്കുക, മറ്റൊരു ജീവിക്കുണ്ടോ ഇത്രയ്ക്കും ദീർഘമായ ഒരു ആശ്രിതമായ ഒരു ബാല്യകാലം? ഒത്തുചേർന്നുള്ള ജീവിതമല്ലാതെ, കൂട്ടത്തിലെ ഒരാളുടെ ആജ്ഞയ്ക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിച്ചപ്പോഴല്ലാതെ മറ്റൊന്നും ഈ പ്രകൃതിയിൽ അതിജീവിക്കാൻ മനുഷ്യനെ സഹായിച്ചില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് കൃഷി കണ്ടുപിടിച്ച് നദീതടങ്ങളിൽ വലിയ സംഘങ്ങളായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പോലും അവരെ മുഴുവൻ ഒന്നിച്ചു നിർത്തുന്ന നേതാക്കൾക്കായിരുന്നു ഡിമാൻഡ്. ആ നേതാവ് ഒരുപക്ഷെ ഹമ്മുറാബി ആവാം, മോശയാവാം, ജീസസ് ആകാം. ഏത് മതനേതാവായാലും അയാൾ പറഞ്ഞ ഐക്യത്തിൻ്റെ കഥയിൽ വിശ്വസിച്ച് അയാൾക്ക് പിന്നിൽ നിന്ന് ആളുകൾ നന്നായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ചരിത്രം കണ്ടിട്ടുള്ളത്.
നൂറ്റാണ്ടുകളായി തുടർന്ന ഈ ഗോത്രശീലം 50-100 വർഷത്തെ ജനാധിപത്യം കൊണ്ടൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. മനുഷ്യ മസ്തിഷ്കങ്ങളിൽ നിലനിൽക്കുന്ന ഈ അനുകൂല സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഈ പറഞ്ഞ കേഡർ പാർട്ടികൾ വളരുന്നത്. വളരെ ഈസിയാണ് അവർക്ക് കാര്യങ്ങൾ. അവർ ജനിതകത്തിൻ്റെ ഒഴുക്കിന് അനുകൂലമായാണ് അവരുടെ പാർട്ടിയെ നയിക്കുന്നത്. പൊളിറ്റിക്കൽ സിനറിയിൽ ഈ പ്രവണതയ്ക്ക് പറയുക റൈറ്റ് വിങ് ഐഡിയാസ് എന്നാണ്. എന്നാൽ ജനാധിപത്യ പാർട്ടികൾ ഈ ഒഴുക്കിനെതിരെയാണ് നീന്തുന്നത്. അവർക്ക് പണി ഭയങ്കര കൂടുതലാണ്. കേഡർ പാർട്ടികളോടുള്ള പോരാട്ടം എന്നത് മനുഷ്യൻ്റെ സഹജവാസനകളോടുള്ള പോരാട്ടം കൂടിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊളിറ്റിക്സിൽ ഇതിനെ ലെഫ്റ്റ് വിങ് ഐഡിയാസ് എന്നാണ് പറയുന്നത്. ഈ പോരാട്ടത്തിൽ എന്നേക്കുമായി ഒരു പക്ഷം വിജയിച്ചു നിൽക്കുമെന്ന് കരുതേണ്ട കാര്യമില്ല. അത് സംഭവിക്കാനും ഇടയില്ല. ഒരു ജനാധിപത്യ പാർട്ടി അവരുടെ തനതായ മൂല്യങ്ങളിൽ ചെയ്യുന്ന ഒരൊറ്റ വിട്ടുവീഴ്ച മാത്രം മതി സമൂഹം പഴയ ഡിഫോൾട്ട് സെറ്റിങ്ങിലേക്ക് മടങ്ങിപ്പോകാൻ. ഇന്ത്യയിൽ സംഭവിച്ചത് മതേതരത്വം മതപ്രീണനങ്ങൾക്ക് വഴിമാറിയതാണ്. ഹിന്ദുവിനെയും ഇസ്ലാമിനെയും രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്നും തുല്യ അകലത്തിൽ നിർത്താൻ കഴിയാത്തതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് 2014 ഇന്ത്യയിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് ഇപ്പോൾ യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സെക്കുലർ ആയി അഡ്രസ്സ് ചെയ്യാൻ കഴിവില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം യൂറോപ്യൻ ഭരണകൂടങ്ങൾ വളരെയധികം പ്രശ്നത്തിലാണ് എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഒരു ലിബറൽ റെസ്പോൺസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.